എല്ലാവർക്കും സ്ട്രോബെറി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഗീതു. നല്ല സൂപ്പർ ടേസ്റ്റി, വായിലിട്ടാൽ അലിഞ്ഞിറങ്ങും എഗ്ലെസ് ചോക്ലേറ്റ് ട്രസ്ലെച്ചസ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. ഇതൊരിക്കൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ കടയിൽ നിന്നും ചോക്ലേറ്റ് കേക്ക് വാങ്ങുകയില്ല, അത്ര ടേസ്റ്റാണ്. ആദ്യം തന്നെ കേക്ക് ടിൻ റെഡിയാക്കി വയ്ക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ സ്ക്വയർ കേക്ക് ടിനാണ് എടുത്തിരിക്കുന്നത്. ഞാനിതിൽ ഓയിൽ ബ്രഷ് ചെയ്ത് അടിഭാഗത്തും സൈഡിലും ബട്ടർ പേപ്പർ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായി ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വയ്ക്കാം. അതിനായി ഒരു ബോളിലേക്ക് 1.5 കപ്പ് മൈദ, വെയിറ്റ് 187 ഗ്രാംസ്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. 6 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, വെയിറ്റ് 45 ഗ്രാംസ്. അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. 25 ഗ്രാംസ് പാൽപ്പൊടി. ഇതില്ലെങ്കിൽ ഒഴിവാക്കാം, ചേർത്താൽ കേക്ക് കൂടുതൽ സോഫ്റ്റ് ആയിരിക്കും. 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ. കോഫി ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൊക്കോ പൗഡറിൽ ധാരാളം കട്ടകളുണ്ട്, അപ്പോൾ അതെല്ലാം പൊട്ടിച്ച് നല്ല സ്മൂത്ത് ആക്കി എടുക്കണം. ഈ കൊക്കോ പൗഡർ ഈ മൈദയിലും മറ്റു പൊടികളിലെല്ലാം ഈവനായിട്ട് മിക്സായി കിട്ടണം. അതുകൊണ്ട് ഈ രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരിപ്പയിലൂടെ 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതുപോലൊരു വിസ്ക് കൊണ്ട് ഇളക്കിയാൽ നന്നായി തന്നെ മിക്സായി കിട്ടും. എങ്കിലും ഇതിലുള്ള ചെറിയ കട്ടകൾ പൊട്ടിക്കുന്നതിന് വേണ്ടി നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ അടിയിൽ വരുന്ന കട്ടകൾ പ്രസ് ചെയ്ത് കൊടുത്ത് കട്ടകൾ പൊട്ടിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ 2 പ്രാവശ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാൻ അരിച്ചു മാറ്റി വയ്ക്കുകയാണ്. മൂന്നാമതായിട്ട് ഡയറക്റ്റ് ബാറ്ററിലേക്ക് തന്നെ നമുക്ക് അരിച്ചു ചേർക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവനിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നതെങ്കിൽ പ്രീ ഹീറ്റ് ചെയ്യാനായി വെക്കണം. 180 ഡിഗ്രി സെൽഷ്യസ് അഥവാ 350 ഫാരൻഹീറ്റിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. ഇത് കുക്കറിലും സോസ് പാനിലൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടവർ ആ രീതിയിൽ ചെയ്ത വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇതിനി മാറ്റി വയ്ക്കാം. കേക്ക് ബാറ്റർ തയ്യാറാക്കി തുടങ്ങാം. അതിനായി ഒരു ബോളിലേക്ക് 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര എടുക്കുന്നു. വെയിറ്റ് 187 ഗ്രാംസ്. ഇതിലേക്ക് 1 കപ്പ് തൊട്ട് 1.5 കപ്പ് വരെ പഞ്ചസാര ചേർക്കാം. ഇത് ട്രസ്ലെച്ചസ് കേക്ക് ആയതുകൊണ്ട് 3 മിൽക്കിൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കി നമ്മൾ ഈ കേക്ക് അതിൽ സോക്ക് ചെയ്യും. അതുകൊണ്ട് ഈ സമയത്ത് 1.5 കപ്പിന് പകരം 1 കപ്പ് പഞ്ചസാര ചേർത്താലും മതി. കേക്കിന് സ്വല്പം മധുരം കുറഞ്ഞിരുന്നാലും ഈ മിൽക്ക് മിക്സിൻ്റെ മധുരം അഡ്ജസ്റ്റ് ചെയ്ത് കേക്കിൻ്റെ മധുരം നമുക്ക് തീരുമാനിക്കാം. ഇതിൽ പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിലും ചേർക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ ചേർത്ത പാൽപ്പൊടി ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് ഓയിൽ ചേർക്കാം. 6 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. ഇതിന് പകരമായിട്ട് ബട്ടർ ഉരുക്കിയത് 6 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. അടുത്തതായി പാല് ചേർക്കാം. ചെറിയ ചൂടുള്ള 1 കപ്പ് പാലാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനിയും പാൽ ഇതിലേക്ക് വേണം. ഇപ്പോൾ നേരത്തെ പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പാലിൻ്റെ അളവൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് കൂടി ചേർക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിൽ ചേർത്ത് പഞ്ചസാര പൂർണ്ണമായിട്ട് അലിയുന്നത് വരെ ഇത് ഇളക്കി മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്യാൻ വിസ്ക് തന്നെ വേണമെന്നില്ല, ഒരു സ്പൂണോ ഫോർക്കോ യൂസ് ചെയ്ത് ഇത് മിക്സ് ചെയ്തെടുക്കാം. അതായത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. നമ്മൾ 2 പ്രാവശ്യം അരിച്ചു മാറ്റി വെച്ചിരുന്നതാണ്. മൂന്നാമതായിട്ട് ഒന്നുകൂടെ അരിച്ച് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് മുഴുവൻ പൊടിയും ഒരുമിച്ചിട്ടാൽ കട്ടകൾ കെട്ടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് പല ബാച്ചുകളായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യാൻ സ്പാറ്റുല വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ സ്പാറ്റുല കൊണ്ട് മിക്സ് ചെയ്യുന്നതിലും വളരെ എളുപ്പത്തിലും വേഗത്തിലും ഇതുപോലൊരു വിസ്ക് കൊണ്ട് നമുക്കിത് മിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ പൊടി കുറേശ്ശെയായി ചേർത്ത് പൊടി തീരാറാകുന്ന സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ ബാറ്റർ കൂടുതൽ തിക്കായി വരും. അപ്പോൾ ആ ഒരു സമയത്ത് ബാറ്റർ ഭയങ്കര തിക്കായിപ്പോയി മിക്സ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് തോന്നിയാൽ ഓരോ ടേബിൾ സ്പൂൺ പാൽ വീതം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയാൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വീഴുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സ്പീഡ് കുറവാണ്. കുറച്ച് ടൈം എടുത്താണ് അത് വീഴുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കണം ഈ ബാറ്റർ. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചെറു ചൂടുള്ള പാൽ കൂടി ചേർക്കുകയാണ്. ഇനി ഇത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം.
നമ്മൾ ഇതിൽ ചേർക്കുന്ന പാൽപ്പൊടി, പഞ്ചസാര, കണ്ടൻസ്ഡ് മിൽക്ക് ഇവയുടെയൊക്കെ അളവനുസരിച്ച് ഇതിലേക്ക് ചേർക്കേണ്ട പാലിൻ്റെ അളവ് മാറും. അതുകൊണ്ടാണ് കൺസിസ്റ്റൻസി നോക്കി പാല് ചേർക്കാൻ പറയുന്നത്. എങ്കിലും പാലിൻ്റെ അളവിൽ വലിയൊരു വ്യത്യാസമൊന്നും വരില്ല. 1-2 ടേബിൾ സ്പൂണിൻ്റെ വ്യത്യാസമേ വരത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഫോൾഡ് ചെയ്ത് തന്നെയാണ് വീഴുന്നത്. എന്നാൽ അത്ര ടൈറ്റ് ആയിട്ടല്ല വരുന്നത്. ഒത്തിരി സമയം എടുക്കാതെ വേഗത്തിൽ തന്നെ വരുന്നുണ്ട്. അവസാനമായി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ കൂടി ചേർക്കാം. ഇനി ഇത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. വിനെഗറിന് പകരം നാരങ്ങാനീര് വേണമെങ്കിലും ഉപയോഗിക്കാം. ഫോൾഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്താൽ മതി. വേഗത്തിൽ ഈവനായി തന്നെ മിക്സായി കിട്ടും. അങ്ങനെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ടിന്നിലേക്ക് ഒഴിക്കാം. മുട്ട ചേർത്തുള്ള ചോക്ലേറ്റ് കേക്കാണ് നിങ്ങൾക്ക് തയ്യാറാക്കേണ്ടതെങ്കിൽ അതിൻ്റെ റെസിപ്പി ഞങ്ങൾ നേരത്തെ ഷെയർ ചെയ്തിരുന്നു. അത് നോക്കി തയ്യാറാക്കാം. അത് ട്രസ്ലെച്ചസ് ചോക്ലേറ്റ് കേക്ക് ആക്കണമെങ്കിൽ ഇനി ഈ കേക്കിൽ ചെയ്യുന്ന ബാക്കി പ്രൊസീജിയേഴ്സ് അതേപടി ഫോളോ ചെയ്താൽ മതി. ഇനി ഇതൊന്ന് ഇളക്കി ലെവൽ ചെയ്തെടുക്കാം. ഇതിനുള്ളിൽ എയർ ബബിൾസ് പോകാനായിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്യാം. ഇനി ഇത് ബേക്ക് ചെയ്യാനായി വയ്ക്കാം. ഇത് ബേക്കായി കിട്ടാൻ 30 തൊട്ട് 35 മിനിറ്റ് വരെ എടുക്കും. എനിക്കിവിടെ ഒരു 30 മിനിറ്റിൽ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ബട്ടർ പേപ്പർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടിരുന്നത് കൊണ്ട് കേക്ക് ടിന്നിൻ്റെ ചൂടൊരു പ്രശ്നമല്ല. ഇപ്പോൾ തന്നെ കേക്ക് ഇതിൽ നിന്ന് മാറ്റി ഒരു റാക്കിലേക്ക് തണുക്കാനായി വയ്ക്കാം. അപ്പോൾ റൗണ്ട് കേക്ക് ടിൻ ആണെങ്കിൽ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കേക്ക് ടിൻ തണുത്തതിന് ശേഷം കേക്ക് മാറ്റുക. കേക്ക് പെർഫെക്റ്റായി തന്നെ ബേക്കായി കിട്ടിയെന്ന് ഉറപ്പ് വരുത്തണം. അതിനായിട്ട് ഒരു സ്ക്യൂർ സെൻട്രൽ കുത്തി നോക്കി അത് ക്ലീൻ ആയിട്ടാണോ കിട്ടിയെന്ന് നോക്കണം. ഇനി ഈ കേക്ക് 1-2 മണിക്കൂർ തണുക്കാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം. കേക്ക് നല്ല പെർഫെക്റ്റായി തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കേക്ക് ട്രസ്ലെച്ചസ് സോക്കിംഗ് ആണ്, അതായത് 3 മിൽക്ക് മിക്സിൽ സോക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഈ കേക്കിൻ്റെ സൈഡ് ഭാഗവും ചെറിയൊരു കനത്തിൽ വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അങ്ങനെയാകുമ്പം കേക്ക് നല്ല ഈവനായി തന്നെ സോക്കായി കിട്ടും. മുകൾ ഭാഗം അത്യാവശ്യം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബോളിലേക്ക് മാറ്റാം. ഇതിനായിട്ട് ഇതുപോലത്തെ ഗ്ലാസ് ബോൾ തന്നെ വേണമെന്നില്ല. കേക്ക് സെയിൽ ചെയ്യാനൊക്കെ ആണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ, അലുമിനിയം ഫോയിലിൻ്റെയൊക്കെ അടപ്പുള്ള ടൈപ്പ് കണ്ടെയ്നേഴ്സ് കിട്ടും. അതിൽ കേക്ക് സെറ്റ് ചെയ്തെടുത്താൽ മതി. അടുത്തതായിട്ട് ഇത് സോക്ക് ചെയ്യാനുള്ള മിൽക്ക് മിക്സ് റെഡിയാക്കാം. ഇതിനായിട്ട് 3 തരം മിൽക്കാണ് വേണ്ടത്. ആദ്യത്തേത് കണ്ടൻസ്ഡ് മിൽക്ക്. ഇത് ഹോം മെയ്ഡ് ആണ്. ഇത് തയ്യാറാക്കുന്ന 2 റെസിപ്പികൾ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഹെവി ക്രീം, ഹെവി വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ എടുക്കാം. പിന്നെ വേണ്ടത് ഇവാപ്പറേറ്റഡ് മിൽക്ക്. ഇവാപ്പറേറ്റഡ് മിൽക്കിന് പകരമായിട്ട് ഞാനിവിടെ ഫുൾ ഫാറ്റ് സാധാ മിൽക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മിൽക്കിന് ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടി ആദ്യം തന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചോക്ലേറ്റ് ചേർക്കാം. വെയിറ്റ് 40 ഗ്രാംസ്. ഞാനിവിടെ ചോക്കോ ചിപ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. കോഫി ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ഇത് ചേർത്താൽ മതി. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാല് ചേർക്കാം. ഞാനിവിടെ ചെറിയ ചൂടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. കാരണം ഈ ചോക്ലേറ്റും കോഫി പൗഡറൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് മിക്സായി കിട്ടണം. അപ്പോൾ പാല് മുഴുവനായിട്ട് ഒഴിക്കാതെ ആദ്യം കുറച്ചൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചോക്ലേറ്റ് ഒന്ന് ഉരുക്കിയെടുക്കുക. ഇതൊന്നെങ്കിൽ ഈ രീതിയിൽ ചൂട് പാല് ചേർത്ത് ഉരുക്കിയെടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ അവനിൽ വെച്ച് 10-20 സെക്കൻഡ് ഒന്ന് ചൂടാക്കിയെടുത്ത് ഉരുക്കിയെടുക്കുക. അതുമല്ലെന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്ത് ഉരുക്കിയെടുത്താൽ മതി. ഇതിപ്പോൾ ചോക്ലേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഉരുകി നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി പാല് കൂടി ചേർക്കാം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ 1/2 കപ്പ് പാലാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഹെവി ക്രീം ചേർക്കാം. 5 ടേബിൾ സ്പൂൺ ഹെവി ക്രീമാണ് ചേർക്കുന്നത്. അവസാനമായി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. 5 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. അപ്പോൾ കേക്ക് മധുരം കുറച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നതെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് കൂടുതൽ ചേർക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് മാറ്റാം. ടേസ്റ്റ് ചെയ്ത് നോക്കി മധുരത്തിനനുസരിച്ച് കൂടുതലോ കുറവോ ചേർക്കുക. ഇനി ഇത് നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. നമ്മൾ ചൂടുള്ള പാലാണ് ചേർത്തിരുന്നത്. അതുകൊണ്ട് കണ്ടൻസ്ഡ് മിൽക്കൊക്കെ വേഗത്തിൽ മിക്സായി കിട്ടും. ഇപ്പോൾ നമ്മുടെ കേക്ക് സോക്ക് ചെയ്യാനുള്ള മിൽക്ക് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കേക്കിലേക്ക് ഒഴിച്ച് സോക്ക് ചെയ്യാം. അപ്പോൾ ഈ മിൽക്ക് കേക്കിന് മുകളിലായി ഒഴിക്കുന്നതിന് മുന്നേ കേക്കിലേക്ക് ഇത് നന്നായിട്ട് അബ്സോർവ് ആവാൻ വേണ്ടി കേക്കിൽ കുറേ ഹോൾസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ യൂസ് ചെയ്ത് നിറയെ ഹോൾസ് ഇട്ട് കൊടുക്കുക.
ഇനി ഇതിന് മുകളിലായി മിൽക്ക് മിക്സ് ഒഴിക്കാം. നമ്മൾ റെഡിയാക്കിയെടുത്ത മിൽക്ക് മിക്സ് ഏകദേശം ഒരു 1-1.25 കപ്പ് വരും. ഞാനത് മുഴുവൻ ഇപ്പോൾ ഒഴിച്ച് സോക്ക് ചെയ്യുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ട് കേക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് അതിന് മുകളിൽ ഒഴിച്ച് സെർവ് ചെയ്യാം. ഇതുപോലെ ഓവർഫ്ലോ ആകുന്നത് കുഴപ്പമില്ല. നമ്മളിതിനെ അടച്ച് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുവാണ്. അപ്പോഴത് കേക്കിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർവ് ആയിക്കൊള്ളും. ഇനി ഇതൊരു ക്ലിംഗ് ഫിലിം കൊണ്ട് അടച്ച് തണുക്കാനായിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഇനി ഈ കേക്കിൽ ചെയ്യാനുള്ളത് ഫ്രോസ്റ്റിംഗ് ആണ്. ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ്ങിൻ്റെ ഒരു ലെയറാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അതിനായിട്ടുള്ള ചോക്ലേറ്റ് ആദ്യം തന്നെ ഒന്ന് ഉരുക്കിയെടുക്കുക. 50 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ചോക്കോ ചിപ്സ് യൂസ് ചെയ്തതേ ഉള്ളൂ. ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം കൂടി ചേർക്കാം. ഈ ചോക്ലേറ്റ് നമുക്ക് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഇത് അവനിൽ ഒരു 20-30 സെക്കൻഡ് വെച്ചാൽ നന്നായിട്ട് ഉരുക്കി കിട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബോളിൽ ചൂടുവെള്ളം എടുക്കുക. അതിന് മുകളിലായി ചോക്ലേറ്റ് ബോൾ ഒഴിക്കുക. കുറച്ച് സമയം ചൂട് ചെന്ന് കഴിയുമ്പോൾ ചോക്ലേറ്റ് ഉരുക്കി തുടങ്ങും. അപ്പോൾ ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഉരുക്കിയെടുക്കുക. ഇപ്പോൾ ചോക്ലേറ്റ് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനി ക്രീം വിപ്പ് ചെയ്തെടുത്ത് അതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിനിപ്പോൾ ചൂടുണ്ട്. ചൂടോടുകൂടി നമുക്ക് ക്രീമിലേക്ക് ചേർക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് തണുത്ത റൂം ടെമ്പറേച്ചറിലോട്ടാവണം. അതിനായിട്ടിത് മാറ്റി വയ്ക്കാം. അടുത്തതായി ക്രീം വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഉപയോഗിക്കുന്ന ബോളും ബീറ്ററും ഫ്രിഡ്ജിൽ 1-2 മണിക്കൂർ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഫ്രീസറിലാണെങ്കിൽ ഒരു 1/2 മണിക്കൂർ വെച്ചാൽ മതി. അപ്പോൾ ഈ രീതിയിൽ ഇത് തണുപ്പിച്ചെടുത്താൽ നമുക്ക് എളുപ്പത്തിൽ ക്രീം വിപ്പ് ചെയ്തെടുക്കാം. ഇത് ഫ്രിഡ്ജിൽ നിന്നും എടുക്കുമ്പോൾ ഇതിൽ ഈർപ്പം ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് തുടച്ചു മാറ്റാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുന്നു. ജസ്റ്റ് ഒരു ഫ്ലാറ്റ് ലെയർ മാത്രമേ കൊടുക്കുന്നുള്ളൂ എങ്കിൽ 1/2 കപ്പ് മതിയാവും. അതിന് മുകളിൽ എന്തെങ്കിലും ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ 1 കപ്പ് എടുത്താൽ മതി. ഇനി ഇത് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ആദ്യം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത് തുടങ്ങാം. ആദ്യത്തെ 1 തൊട്ട് 1.5 മിനിറ്റ് വരെ ഏറ്റവും ലോ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്യാം. ആ സമയത്ത് ചെറുതായിട്ട് പതയൊക്കെ വന്ന് ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങും. അപ്പോൾ നമുക്ക് സെക്കൻഡ് സ്പീഡിലേക്ക് ഇടാം. ഈ സെക്കൻഡ് സ്പീഡിലും ഇതുപോലെ തന്നെ 1 തൊട്ട് 2 മിനിറ്റ് വരെ ബീറ്റ് ചെയ്യുക. അപ്പോൾ ഏകദേശം ഒരു സോഫ്റ്റ് പീക്സ് വരുന്ന ഒരു പരുവമാകും. ഞാൻ ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീം മധുരമില്ലാത്ത ടൈപ്പാണ്. അതുകൊണ്ട് ഇതിലേക്ക് പഞ്ചസാര ചേർക്കണം. അപ്പോൾ ഐസിങ് ഷുഗറാണ് ചേർക്കുന്നത്. 5 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ. ഐസിങ് ഷുഗർ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് സാധാ പഞ്ചസാര നന്നായി പൊടിച്ചിട്ട് അതിലൊരു 1/4 ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്താൽ മതി. ഷുഗർ കുറേശ്ശെയായിട്ട് ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാര ഇതിൽ നന്നായിട്ട് മിക്സ് ആകുമ്പോഴേക്കും ക്രീം കുറച്ചുകൂടെ ഒന്ന് കട്ടിയായി വരും. ആ ഒരു സമയത്ത് 3rd സ്പീഡിലേക്ക് ഇടാം. അതേ രീതിയിൽ തന്നെ ബീറ്റ് ചെയ്യാം. അതുപോലൊരു 1-2 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോഴേക്കും ഈ ഒരു സ്റ്റേജ് എത്തും. അപ്പോൾ ഈ സമയത്ത് മധുരം നോക്കി ആവശ്യമെങ്കിൽ കൂടുതൽ ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കുക. വീണ്ടും ബീറ്റ് ചെയ്യുക. ഇനി ഒരു 1 മിനിറ്റിനുള്ളിൽ തന്നെ സ്റ്റിഫ് പീക്സ് വരും. അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും അടുത്തൊരു സ്പീഡിലേക്ക് മാറ്റണം എന്നില്ല. ഈ ഒരു സ്പീഡിൽ തന്നെ ഇട്ട് നമുക്കിത് ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന എക്സ്പേർട്ട് ആൾക്കാർക്കൊക്കെ അടുത്ത സ്പീഡിട്ട് ചെയ്താലും കുഴപ്പമില്ല. ക്രീം പെർഫെക്റ്റായി തന്നെ വിപ്പ് ചെയ്തെടുക്കാം. പക്ഷേ ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരു 3 സ്പീഡ് വരെ ഇട്ട് ചെയ്താൽ മതി. കാരണം ഓവർ ബീറ്റ് ആയി പോയാൽ ക്രീമിൻ്റെ ടെക്സ്ചർ പോകും. ഇത്തിരി അങ്ങ് ഹൈ സ്പീഡിലോട്ട് ഇടാതെ ഇതുപോലെ ഒരു മീഡിയം സ്പീഡിൽ തന്നെ ഇട്ട് ചെയ്യുവാണെങ്കിൽ ഓവർ ബീറ്റ് ആയി പോകാനുള്ള ചാൻസ് കുറവാണ്. ഇത് മുഴുവൻ ചോക്ലേറ്റ് ക്രീം ആക്കാനാണെങ്കിൽ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഈ സമയത്ത് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഞാൻ ഇതിൽ നിന്നും കുറച്ച് മാറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ചോക്ലേറ്റ് ചേർക്കുന്നില്ല. ഇപ്പോഴിവിടെ നമ്മുടെ ക്രീം പെർഫെക്റ്റായി വിപ്പായി വന്നിട്ടുണ്ട്. നല്ല സ്റ്റിഫ് പീക്സ് എത്തിയിട്ടുണ്ട്. അപ്പോൾ പെർഫെക്റ്റായി വിപ്പായി കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ബീറ്റർ ഇതുപോലെ ഒന്ന് കുടഞ്ഞു നോക്കുക. അപ്പോൾ അതിൽ നിന്നും ക്രീം പോകാതെ അതിൽ തന്നെ നിൽപ്പുണ്ടെങ്കിൽ ക്രീം പെർഫെക്റ്റായി വിപ്പായി കിട്ടിയെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ചോക്ലേറ്റ് ചേർക്കാം. അപ്പോൾ ആ ചോക്ലേറ്റ് തണുത്ത റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. അപ്പോൾ അത് നേരിട്ട് ഈ ഫുൾ വിപ്പിംഗ് ക്രീമിലേക്കും ചേർക്കാതെ ഇതിൽ നിന്നും കുറച്ച് നമുക്ക് അതിലേക്ക് മാറ്റി അതൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം അത് ഈ ക്രീമിലേക്ക് ഇടാം. ഫുൾ ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് അല്ല കൊടുക്കുന്നതെങ്കിൽ ഈ സമയത്ത് ഇതിൽ നിന്നും പകുതി അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ക്രീം എടുത്ത് മാറ്റി വയ്ക്കുക. ബാക്കി ക്രീമിലേക്ക് വേണം ചോക്ലേറ്റ് മിക്സ് ചെയ്യാൻ. ഞാനൊരു പകുതിയിൽ താഴെ ക്രീം എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ബാക്കിയുള്ളതിലേക്കാണ് ചോക്ലേറ്റ് മിക്സ് ചെയ്യുന്നത്. ഇതുപോലെ വിപ്പ് ചെയ്തെടുത്ത ക്രീമിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ചേർക്കുമ്പോൾ അതിൻ്റെ ടെക്സ്ചർ പെട്ടെന്നൊന്ന് മാറും. അപ്പോൾ അങ്ങനെ ചേർക്കുന്നതിൽ സേഫ്. ഇതുപോലെ കുറച്ചെടുത്തൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം മുഴുവനായിട്ടുള്ള ക്രീമിലേക്ക് ചേർക്കുന്നതാണ്. ഇപ്പോഴൊരു സ്പാറ്റിലയോ വിസ്കോ യൂസ് ചെയ്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
ബീറ്റർ കൊണ്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ലോ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം, അതൊന്ന് സെറ്റായി കിട്ടും. ഇത് നമ്മൾ കേക്ക് ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ടുണ്ട്, നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതിലൊഴിച്ച പാല് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, ബാക്കി മുഴുവൻ അതിലേക്ക് അബ്സോർവ് ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായി ചോക്ലേറ്റ് ക്രീം സ്പ്രെഡ് ചെയ്യാം. ഇത് ചെയ്യാൻ ബേക്കിംഗ് ടൂൾസ് ഒന്നും വേണമെന്നില്ല. ഒരു സ്പാറ്റിലയോ സ്പൂണോ തവിയോ കൊണ്ട് നമുക്കിതിങ്ങനെ സ്പ്രെഡ് ചെയ്യാം. ഈ ഒരു രീതിയിൽ ഒരു ലെയർ ചോക്ലേറ്റ് ക്രീം ആക്കിയിട്ടുണ്ട്. ഇതിനി ഒന്ന് സെറ്റാവാൻ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഇനി ഈ കേക്ക് സെറ്റായി വരുമ്പോൾ ഇതിന് മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ട് കേക്ക് വേണമെങ്കിൽ സെർവ് ചെയ്യാം. ഞാൻ നേരത്തെ മാറ്റി വെച്ച ക്രീമിൽ കുറച്ച് റെഡ് കളർ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ രീതിയിലൊന്ന് ബോർഡർ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബോർഡർ നിർബന്ധമുള്ള കാര്യമല്ല, താല്പര്യമുള്ളവർ ചെയ്താൽ മതി, അല്ലാത്തവർക്ക് ഒഴിവാക്കാം. എല്ലാവരുടെ കയ്യിലും കോമൺ ആയിട്ട് കണ്ടുവരുന്ന സ്റ്റാർ നോസിൽ യൂസ് ചെയ്താണ് ഈ ഒരു ഡിസൈൻ കൊടുക്കുന്നത്. 1 കിലോ മിച്ചം തൂക്കമുള്ള ഒരു കേക്കാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഇനി ഈ കേക്ക് 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ഗ്രേറ്റഡ് ചോക്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ട്രസ്ലെച്ചസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. മിൽക്ക് ഒഴിച്ച് സോക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇത് വായിലിട്ടാൽ അലിഞ്ഞു പോകും. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി.